ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ 27, ഒന്നാമത്തെ വായനാ ഭാഗം 2 ദിനവൃത്താന്തം 24-ാം അധ്യായം. യോവാശ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 7 വയസ്സായിരുന്നു. അപ്പോൾ യോവാഹാസ് നമ്മൾ ഇന്നലെ ഒക്കെ വായിച്ച അധ്യായങ്ങൾ കണ്ടത്. ഇന്ന് യോവാശ് എന്ന ചുരുക്കപ്പേരിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. 40 വർഷമാണ് യെരുശലേമിൽ രാജാവായിരുന്നത്. യഹോയാദാ പുരോഹിതനാണ് അദ്ദേഹത്തിൻ്റെ കാര്യാദികളൊക്കെ നടത്തിയിരുന്നത്. യഹോയാദാ പുരോഹിതൻ ജീവിച്ചിരുന്ന കാലത്തൊക്കെയും ദൈവത്തിന് പ്രസാദകരമായുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന പോലെ അതനുസരിച്ച് ജീവിച്ചു. അദ്ദേഹത്തിന് 2 ഭാര്യമാരെ യഹോയാദാ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ യോവാശ്, അപ്പോൾ യോവാശ് ഈ പ്രായത്തിലായിരിക്കില്ല, കുറച്ചുകൂടെ മുതിർന്ന പ്രായമായി കാണും. അപ്പോഴാണ് യോവാശ് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർപ്പാൻ മനസ്സ് വെച്ചത്. അത് അഥല്യയുടെ മക്കളും എല്ലാവരും കൂടെ നശിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ ആലയം. അപ്പോൾ അറ്റകുറ്റം തീർപ്പാൻ ഈ ലേവ്യരോട് ധനം ശേഖരിപ്പാനൊക്കെ പറഞ്ഞെങ്കിൽ അവർ ചെയ്തില്ല. അപ്പം യഹോയാദയെ വിളിച്ചിട്ട് യഹോയാദ പുരോഹിതനോട് പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കേൾക്കാത്തതെന്ത്? യഹോവയുടെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കേണ്ടതല്ലേ, അത് സമയത്ത് തീർക്കേണ്ടതാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു പെട്ടി ഉണ്ടാക്കി, ഒരു പണമിടാനുള്ള ഒരു പെട്ടി ഉണ്ടാക്കി യെരുശലേം ദേവാലയത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്ക് വെക്കുകയും ജനം അതിൽ കൊണ്ടിടുകയൊക്കെ ചെയ്തു. അങ്ങനെ കൊണ്ടുവരുന്ന വളരെ വലിയ തുക പണം അല്ലെങ്കിൽ നാണയങ്ങൾ അതിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതെല്ലാം വന്ന് കണക്ക് എടുത്ത് ശേഖരിച്ച് മാറ്റിവെക്കുകയും അത് ദേവാലയത്തിൻ്റെ പണിക്കായി കൊടുക്കുകയും അവസാനം ദേവാലയം യഥാസ്ഥാനത്ത് എല്ലാ കുറ്റവും തീർത്ത് ദേവാലയം യഥാസ്ഥാനത്തേക്ക് പണി ഇത് ഉറപ്പിക്കുകയും ചെയ്തു. പിന്നെയും പണം ബാക്കി ഉണ്ടായിരുന്നു. അത് യാഗത്തിനും മറ്റുമുള്ള ശുശ്രൂഷയ്ക്കുള്ള കാര്യങ്ങളൊക്കെയും വാങ്ങിക്കാൻ, വെള്ളി കൊണ്ടുള്ളതും പൊന്നുകൊണ്ടുള്ളതുമായ ഉപകരണങ്ങളൊക്കെയും വാങ്ങിക്കാനൊക്കെ ചെയ്തു. എന്നാൽ അവിടെ പ്രധാനമായ ഒരു കാര്യം പറയുന്നത്, യഹോയാദാ പുരോഹിതൻ്റെ കാലത്ത് അവർ ഇടവിടാതെ ആലയത്തിൽ ഹോമയാഗങ്ങളൊക്കെ അർപ്പിച്ചു. യഹോയാദാ പുരോഹിതൻ 130 വയസ്സുള്ളവനായിട്ട് മരിക്കുകയാണ്. അദ്ദേഹത്തെ ദാവീദിൻ്റെ നഗരത്തിൽ രാജാക്കന്മാരുടെ ഇടയിൽ തന്നെ അടക്കം ചെയ്തു. അത്ര കണ്ട് അദ്ദേഹത്തോട് ജനത്തിന് താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ആലയത്തിനും ദൈവത്തിൻ്റെ വേലയ്ക്കുമൊക്കെ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് അങ്ങനെ ചെയ്തു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം അവർ ഈ യഹൂദ പ്രഭുക്കന്മാർ വന്ന് രാജാവിനെ വണങ്ങി. അവരുടെ ആലോചന പ്രകാരം യോവാശ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയൊക്കെ സേവിച്ചു. ഈ കുറ്റം ദൈവകോപത്തിനിടയാക്കി അവരെ യഹോവയെങ്കിലേക്ക് തിരിച്ചു വരുത്തുവാൻ പ്രവാചകന്മാരുടെ അടുക്കൽ അയച്ചു. പ്രവാചകന്മാരെ അവരുടെ അടുക്കൽ അയച്ചു ദൈവം. അവർ പക്ഷേ പ്രവാചകന്മാരുടെ ചെവി കൊടുത്തില്ല. അത് കഴിഞ്ഞ് അത് സംഭവിക്കാതിരുന്നപ്പോൾ യഹോയാദാ പുരോഹിതൻ്റെ മകൻ സെഖര്യാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. സെഖര്യാവ് ദൈവത്തിൻ്റെ അരുളപ്പാട് ജനത്തിനെതിരെ നിന്ന് അവരോട് പറഞ്ഞതാണ്, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നതെന്ത്? നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് അവൻ നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവർ അവൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിൻ്റെ കൽപ്പന പ്രകാരം യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു. അങ്ങനെ യോവാശ് രാജാവ് തൻ്റെ അവൻ്റെ അപ്പനായ യഹോയാദാ തനിക്ക് ചെയ്ത ദയ ഓർക്ക്. ആരുടെ? ഈ സെഖര്യാവിൻ്റെ അപ്പനായ യഹോയാദാ തനിക്ക് ചെയ്ത ദയയും നന്മയൊന്നും ഓർക്കാതെ ആ യഹോയാദാ പുരോഹിതൻ്റെ മകനെ കൊന്നുകളയുകയാണ്. ഇതും വലിയൊരു കുറ്റമായി തന്നെ മാറുകയാണ്. അത് മാനുഷികമായി നോക്കിയാലും ദൈവികമായി നോക്കിയാലും എങ്ങനെയൊക്കെ നോക്കിയാലും അതൊരു വലിയ കുറ്റമാണ് ഈ യഹോയാദാ പുരോഹിതൻ്റെ മകനെ കൊന്നത്. കുറച്ച് അവസാനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, യഹോയാ പുരോഹിതൻ്റെ പുത്രന്മാരുടെ രക്തം നിമിത്തം അവൻ്റെ സ്വന്തം ഭൃത്യന്മാർ അവൻ്റെ നേരെ കൂട്ടുകൂടുണ്ടാക്കി അവനെ കിടക്കയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്നാണ്. യോവാശ് ചെയ്തൊരു കുറ്റം നമ്മളവിടെ വായിക്കുന്നത് ഒരു മകനെ കൊന്നതിനെ സംബന്ധിച്ചാണ്. പക്ഷെ അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പുത്രന്മാരുടെ രക്തം. അപ്പം നമുക്ക് മനസ്സിലാകേണ്ടത് ഒരു മകനെയല്ല, വേറെ മക്കളെയും, എല്ലാ മക്കളെയും കൊന്നു കാണും. ചിലപ്പോൾ യഹോയാദാ പുരോഹിതൻ്റെ എല്ലാ മക്കളെയും കൊന്നിട്ടുണ്ടാകാം.
ആ, രാജാക്കന്മാർ പുസ്തകത്തിൽ ഞാനൊന്ന് നോക്കിയിട്ട് അതിൽ കണ്ടില്ല ഈ വേറെ മറ്റു പുത്രന്മാരെ കൊന്നതിനെ സംബന്ധിച്ച്. വേറെ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം, ഉണ്ടെന്നാണ് എനിക്ക് ഓർക്കുന്നത്. പക്ഷെ ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിന് ഇടയ്ക്ക് അവിടെ അരാം സൈന്യത്തെയും ദൈവം അവരുടെ അടുക്കലേക്ക് അയക്കുന്നുണ്ട്. അവിടെ വന്നിട്ട് ജനത്തിന്റെ സകല പ്രഭുക്കന്മാരെയും ഈ അരാമ സൈന്യം കൊല്ലുന്നുണ്ട്. അവിടുന്ന് അവിടുന്ന് കൊള്ളയടിച്ച സാധനങ്ങളൊക്കെ ദമ്മശേക്കിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. വളരെ ചുരുക്കമായിരുന്നു അരാമി സൈന്യം. പക്ഷെ അവർ ചുരുക്കമായിരുന്നെങ്കിലും ഈ യഹൂദയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ സൈന്യത്തെ അവർ തോൽപ്പിച്ചു കളഞ്ഞു. ഒക്കെ ദൈവത്താൽ സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് അതിൻ്റെ തുടർച്ചയായി യോവാശിനോടുള്ള ന്യായവിധിയും അവിടെ നടന്നു. യോവാശിൻ്റെ കൂടെയുള്ള ആളുകൾ, ഒരു അമ്മോന്യനും ഒരു മോവാബിനുമായ രണ്ടുപേർ, കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേർ യോവാശിനെ കൊല്ലുന്നതാണ് കാണുന്നത്. അപ്പം അങ്ങനെ സ്വന്തക്കാരൻ തന്നെ, അല്ലെങ്കിൽ സ്വന്തം കൂടെ ഉണ്ടായിരുന്നവർ തന്നെ കൂട്ടുകെട്ടുണ്ടാക്കി യോവാശിനെ കൊല്ലുന്നതാണ് കാണുന്നത്. ഇതിൽ എഴുതിയിട്ടുള്ളത് ഈ ദേവാലയം അറ്റകുറ്റം തീർത്തതിൻ്റെ ഒക്കെ വൃത്താന്തം രാജാക്കന്മാരുടെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുള്ളൂ. അപ്പോൾ രാജാക്കന്മാർ പുസ്തകത്തിലും അത് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ ദിനവൃത്താന്ത പുസ്തകത്തിലും ഇതിനെ സംബന്ധിച്ച് നമുക്ക് വായിക്കാൻ പറ്റും. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭരണശേഷം 40 വർഷം ഭരിച്ചിരുന്നല്ലോ. ശേഷം അവൻ്റെ മകനായ അമസ്യാവ് അവന് പകരം രാജാവായി. ഈ യോവാശിൻ്റെ ജീവിതത്തിലെ 2 ഘട്ടങ്ങളും നമ്മൾ നോക്കുമ്പോൾ, ആദ്യത്തെ ഘട്ടം ഒരു മനുഷ്യൻ, ഒരു ദൈവപൈതൽ, ഒരു രാജാവ് എങ്ങനെയൊക്കെ ആയിരിക്കാം എന്നതിൻ്റെ ഒരു തെളിവാണ് ആദ്യ ഭാഗത്ത്. എന്നാൽ യഹോവ പുരോഹിതന് ശേഷം അതേ ആൾ തന്നെ ചെയ്യുന്ന പ്രവർത്തികൾ ഒരു മനുഷ്യൻ എങ്ങനെ ആയിക്കൂടാ എന്നുള്ളതിൻ്റെ ഉത്തമമായ തെളിവാണ് രണ്ടാമത്തെ ഭാഗം. ഈ യഹോവ പുരോഹിതന്റെ മരണശേഷം അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ, രണ്ടാമത്തെ വായനാഭാഗം ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം. ഇവിടെ നമ്മൾ കാണുന്നത് ബേൽഷസർ രാജാവ് എന്നാണ് കാണുന്നത്. അത് കൽദയ രാജാവാണ്. ബേൽഷസർ രാജാവിനെ രാജാവിൻ്റെ അപ്പനായിട്ട് നെബൂഖദ്നേസർ എന്ന് ഇവിടെ ഒരു 4-5 ഭാഗങ്ങളിൽ അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ കൽദയനാണെങ്കിലും ബേൽഷസറിൻ്റെ നേരെ അപ്പനല്ല നെബൂഖദ്നേസർ തന്നെ. നെബൂഖദ്നേസർ ഒന്നാമനും നെബൂഖദ്നേസർ രണ്ടാമനും ഉണ്ടായിരുന്നു. ആ രണ്ടാമനായ നെബൂഖദ്നേസറിൻ്റെ മകൻ്റെ മകനാണ് ബെൽഷസർ. പക്ഷേ നമ്മൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ കാര്യത്തിലും ഒക്കെ പറയുന്നുണ്ട് ഒമ്രിയുടെ മകനായ യേഹൂന്ന്. പക്ഷേ ഒമ്രിയുടെ ആ മകൻ പോയിട്ട് കൊച്ചുമക്കളിൽ പോലും യേഹൂ വരുന്നില്ല. വേറെ ആളാണ്, വേറെ കുടുംബത്തിൽ നിന്നാണ് യേഹൂ വരുന്നത്. പക്ഷെ അവിടെ പിൻതലമുറക്കാരൻ അല്ലെങ്കിൽ പിന്തുടർച്ച അവകാശി എന്ന് മാത്രമേ അവിടെ നമ്മളതിനെ കണ്ടാൽ മതി. അപ്പോൾ ഇവിടെയും നെബൂഖദ്നേസർ രാജാവിൻ്റെ പിന്തുടർച്ചക്കാരനായ, അത് ആ കുലത്തിൽ തന്നെയാണ്, മകൻ്റെ ആയിട്ടാണ് ബേൽഷസർ രാജാവ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ബേൽഷസറാണ് രാജാവ്. ഈ ബേൽഷസർ അവിടെ ഒരു 1000 പേർക്ക് ഒരു വിരുന്ന് കഴിക്കുന്നതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അപ്പോൾ വിരുന്നൊക്കെ കുടിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ യെരുശലേമിൽ നിന്ന് തൻ്റെ അപ്പനായ നെബൂഖദ്നേസർ എന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത് അവിടെ തന്നെയാണ്. അവിടുന്ന് കൊണ്ടുവരുന്ന വെള്ളി പൊൻപാത്രങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നിട്ട് അതിൽ വീഞ്ഞൊഴിച്ചിട്ട് രാജാവിൻ്റെ ഭാര്യമാർ, അവിടുത്തെ വെപ്പാട്ടികൾ, ബാക്കിയുണ്ടായിരുന്ന ആളുകളെല്ലാം അതിൽ നിന്ന് വീഞ്ഞ് കുടിക്കുകയാണ്. അപ്പം ഇത് ദൈവത്തിൻ്റെ ആലയത്തിൽ വിശുദ്ധമായി വെച്ചിരുന്ന സംഗതികളാണ് അവരവിടുന്ന് യുദ്ധത്തിലൂടെ മോഷ്ടിച്ച് അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക് ഇവരെ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ പിടിച്ചുകൊണ്ടുവരുന്നത്. ആ കൊണ്ടുവന്ന ഈ പാത്രങ്ങളാണ്, ദേവാലയത്തിലെ പൊൻവെള്ളി പാത്രങ്ങളാണ് ഇപ്പോൾ രാജാവിൻ്റെ കൂടെയുള്ളവരെല്ലാവരും കൂടി ചേർന്ന് ശുദ്ധമാക്കിയത്. അപ്പോൾ തന്നെ അവിടെ വിളക്കിൻ്റെ ഭാഗത്ത് ചുവരിൽ ഒരു കൈപ്പത്തി വന്നിട്ട് ചിലത് എഴുതുന്നത് രാജാവ് കാണുകയാണ്. അതിങ്ങനെ പൂർണ്ണമായും അക്ഷരങ്ങൾ, വടിവത്ത അക്ഷരത്തിൽ ഇതെല്ലാം എഴുതി പോവുകയാണ്. ചുവരിൽ എഴുതി കഴിഞ്ഞു. അപ്പോഴത്തേക്കും രാജാവ് ഇത് കണ്ടു. രാജാവിൻ്റെ മുഖഭാവം മാറി.
വിചാരങ്ങളിൽ പരവശനായി അരയുടെ ഏപ്പഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത്ര കണ്ട് ഭയപ്പെട്ടു പോയി. രാജാവ് ഉറക്കെ നിലവിളിച്ചു. അവിടുത്തെ അഭിചാരകന്മാരെ, കൽദയരെ, ശകുനവാദികളെ ഒക്കെ കൊണ്ടുവന്നു. അവിടുത്തെ വിദ്വാൻമാരോട്, അപ്പം എഴുത്തവിടെ ഉണ്ട്, മാഞ്ഞു പോയിട്ടില്ല, ആരെങ്കിലും ഈ എഴുത്ത് വായിച്ച് അർത്ഥം അറിയിച്ചാൽ അവൻ ധൂമ്ര വസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ച്, അതൊക്കെ രാജ്യത്തിലെ വലിയ പദവികളാണ്, വലിയ ബഹുമാനം കൊടുക്കുന്ന കാര്യങ്ങളാണ്, രാജ്യത്തിൽ മൂന്നാമനായി വാഴുമെന്ന് കൽപ്പിച്ചു. പക്ഷേ അവിടെ നിന്ന് വിദ്വാൻമാർക്കോ ആർക്കും അതിൻ്റെ അർത്ഥം അറിയിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ രാജാവിൻ്റെ ഭാര്യ അവിടേക്ക് വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഇനിയിങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങയുടെ അപ്പൻ്റെ കാലത്ത്, എന്ന് പറഞ്ഞാൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലത്ത്, അദ്ദേഹത്തിന് ഇതുപോലെ വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ സഹായിച്ച ദൈവത്തിൻ്റെ വിശിഷ്ട ദേവന്മാരുടെ ആത്മാവുള്ളൊരു ബേൽഷസർ എന്ന പേരുള്ള ദാനിയേൽ എന്നൊരുവനോടുണ്ട്. അവനെ വിളിച്ചാൽ അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമെന്ന് പറയും. അങ്ങനെ ദാനിയേലിനെ വിളിക്കുവാൻ പറഞ്ഞു. അങ്ങനെ ദാനിയേലിനെ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ദാനിയേലിനോട് ബെൽഷസർ പറയുകയാണ്, നിന്നിൽ പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും വിശേഷ ജ്ഞാനവും ഒക്കെ നിനക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഈ എഴുത്ത് വായിച്ച് അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാൻ പറയും. വിദ്വാൻമാരെ അഭിജ്ഞാനന്മാർക്ക് പോയിട്ട് അവർക്കൊന്നത് അറിയിക്കാൻ അവർ കഴിഞ്ഞില്ല. അപ്പം അങ്ങനെ നീ ഇത് വായിച്ചതിൻ്റെ അർത്ഥം അറിയിക്കുകയാണെങ്കിൽ നിന്നെ രാജ്യത്തിൽ മൂന്നാമനായി വാഴും, നിനക്ക് ധൂമ്ര വസ്ത്രവും കഴുത്തിൽ പൊന്മാലയൊക്കെ തരും എന്നൊക്കെ പറഞ്ഞു. അപ്പം ദാനിയേൽ മറുപടി പറഞ്ഞു, സമ്മാനങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ, അതുപോലെ സമ്മാനങ്ങൾ വേറെ ഒരുത്തിന് കൊടുത്താലും എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ രാജാവിനെ അർത്ഥം ബോധിപ്പിക്കാം. എന്നിട്ട് ദാനിയേൽ പ്രവാചകൻ ബെൽഷസർ രാജാവിനോട് പറയുന്ന കാര്യം, നിന്റെ അപ്പനായ, അതായത് ഇവിടെ അപ്പൻ തന്നെയാണ് പറയുന്നത് നെബൂഖദ്നേസറിന്, അപ്പനായ നെബൂഖദ്നേസർ മുമ്പ് രാജാവായിരിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന, കഴിഞ്ഞ അധ്യായത്തിൽ വായിച്ച കാര്യത്തൊക്കെ ഇവിടെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. പക്ഷെ അത് ഇന്ന് 2-3 തലമുറ കഴിഞ്ഞിട്ടാണ് ഈ ബെൽഷസർ രാജാവായിരിക്കുന്നതെങ്കിലും ആ ബെൽഷസറിനോട് പറയുകയാണ്, നിന്റെ അപ്പന് സകല മഹത്വവും മാനവും ലോകത്തുള്ള എല്ലാം അത്യുന്നതനായ ദൈവം കൊടുത്തു. ആ ദൈവത്തെ നെബൂഖദ്നേസർ രാജാവ് അറിയുകയും ചെയ്തു. എന്നാൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് നിഗളിച്ചപ്പോൾ അത്യുന്നതനായ ദൈവം 7 കാലത്തേക്ക് അയാളെ രാജാസനത്തിൽ നീക്കി വീണ്ടും രാജാസനത്തിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ നീ അറിഞ്ഞിട്ടും അത് അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് 22-ാമത്തെ വാക്യത്തിൽ, അവൻ്റെ മകനായ ബെൽഷസറെ, ഇതൊക്കെയും അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയം താഴ്ത്താതെ സ്വർഗസ്വനായ കർത്താവിൻ്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവൻ്റെ ആലയത്തിലെ പാത്രങ്ങളെ തിരുമുമ്പിൽ കൊണ്ടുവന്ന് അങ്ങയുടെ മഹത്തുക്കളും ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ നിന്ന് വീഞ്ഞു കുടിച്ചു. എന്നിട്ട് കാണുവാനും കേൾപ്പാനും അറിയാനും വയ്യാത്ത, കാണാൻ കഴിയില്ല, കേൾക്കാൻ പറ്റില്ല, നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവരറിയത്തുമില്ല, അങ്ങനെയുള്ള പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. അതവിടെ ആദ്യത്തെ വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. പൊന്മാത്രങ്ങളെ കൊണ്ടുവന്ന് കുടിച്ചിട്ട് അവിടെ ദേവന്മാരെ സ്തുതിച്ചു എന്ന് എൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഇത് കുടിച്ച് ഈ യെരൂശലേം ദേവാലയത്തിലെ ഈ പൊന്നും വെള്ളിയും കൊണ്ട് കുടിച്ചിട്ട് അവരുടെ ദേവന്മാരെ സ്തുതിച്ചു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്നുള്ള ദേവന്മാരെ നിങ്ങൾ സ്തുതിച്ചു. തിരുമനസ്സിലെ ശ്വാസം പോലും ഈ അത്യുന്നതനായ ദൈവത്തിൻ്റെ ആണ്. എന്നിട്ടും ആ കൈവശമുള്ള ദൈവത്തെ മഹത്വീകരിച്ചുമില്ല. അങ്ങനെയാണ് ദൈവം ഈ എഴുത്ത് താങ്കൾക്ക് എഴുതി അയച്ചിരിക്കുന്നത്. എഴുത്ത് അവിടെ വായിക്കുകയാണ്. അതിൽ എഴുതിയിരിക്കുന്നത് മെനെ തെക്കേൽ ഉർഫസീൻ എന്നാണ്. മെനെ തെക്കേൽ ഉർഫസീൻ, ഇതിൽ 4 വാക്കുകളേ ഉള്ളൂ അതിനകത്ത്. എന്നിട്ട് ദാനിയേൽ പ്രവാചകൻ അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്ത് വെണ്ണി, അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെരേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാഴ്സികൾക്കും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ദാനിയേലിന് ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയൊക്കെ ധരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബെൽഷസർ രാജാവ് കൽദയ ദേശത്തിലെ അവസാനത്തെ രാജാവാണ്. ഇത് കഴിഞ്ഞ് അതേ രാത്രിയിൽ തന്നെ ബേൽഷസർ മേദ്യരാൽ കൊല്ലപ്പെടുകയാണ്. മേദ്യനായ ദാര്യാവേഷാണ് പിന്നീട് രാജാവായിരുന്നു. ബേൽഷസർ ആ രാത്രിയിൽ തന്നെ കൊല്ലപ്പെടുകയാണ്. മേദ്യനായ ദാര്യാവേഷ് 62 വയസ്സുള്ളവനായി രാജത്വം പ്രാപിച്ചു. അപ്പോൾ എഴുതിയിരിക്കുന്നതാണ്,
നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. ഇപ്പം മേദ്യർക്ക് ശേഷം പാർസികൾ വരുന്നുണ്ട്, മേദ്യനും പാർസികളും ചേർന്നുള്ള ഒരു രാജ്യത്വം വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നത്. അപ്പം ഇപ്പം വന്നിരിക്കുന്ന ദാര്യാവേശ് മേദ്യനാണ്. എന്ത് ഓർത്തു നോക്കൂ, അത് ദൈവത്തിൽ നിന്ന് കൽപ്പന വന്ന അതേ രാത്രി തന്നെ, പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടോ മാസങ്ങൾ കഴിഞ്ഞിട്ടോ വർഷങ്ങൾ കഴിഞ്ഞിട്ടോ അല്ല, അതേ രാത്രി തന്നെ ഈ ബേൽഷസ്സർ രാജാവ്, കൽദയ രാജാവ് ബേൽഷസ്സർ മരിക്കുകയാണ്. അന്ന് തന്നെ പറഞ്ഞതുപോലെ ഈ ബേൽഷസ്സറിന്റെ മകന്റെ മകനോ ഒന്നും രാജ്യത്വത്തിലേക്ക് വരാതെ മേദ്യർ കൊടുക്കുമെന്ന് പറഞ്ഞ അതേ ദിവസം തന്നെ രാത്രിയിൽ കൊല ചെയ്യപ്പെടുകയും അന്ന് തന്നെ മേദ്യർക്ക് ഈ കൽദയർ കീഴ്പ്പെടുകയും പിന്നെ ആ രാജ്യത്തുണ്ടായിരുന്ന യെരുശലേമിൽ നിന്ന് വന്നവരായാലും യഹൂദയിൽ നിന്ന് വന്നവരായാലും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നവരായാലും കൽദയ ദേശത്തിലുണ്ടായിരുന്ന സകല ജാതികളുടെയും ഭാഷക്കാരുടെയും വംശക്കാരുടെയും ഒക്കെ മേളിൽ മേദ്യ രാജവംശം ഭരണം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത്. ഇതെല്ലാം ബേൽഷസ്സറിൻ്റെ പ്രവൃത്തി കൊണ്ട്, ബേൽഷസ്സർ ദൈവത്തെ മഹത്വപ്പെടുത്താത്തത് കൊണ്ട്, അത് നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലത്ത് സംഭവിച്ച വളരെ വ്യത്യസ്തമായ കാര്യം, തലമുറയോളം നീണ്ടു നിൽക്കുന്നതും അതറിയാത്തൊരു മനുഷ്യൻ പോലും ഇല്ലാത്തതുമാണ്. പോരാഞ്ഞ് രാജാവ് തന്നെ ഈ വിവരം എഴുതി അറിയിക്കാവുന്നിടത്തൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾ അറിയില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു സാങ്കത്യവുമില്ല എന്നുള്ളതാണ്. ഇയാൾക്ക് അറിയാം, പക്ഷേ ഇയാളുടെ ഹൃദയം നിഗളിച്ചു, ഇയാളത് കാര്യമാക്കി എടുത്തില്ല. എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇവിടെ ദൈവത്തിൻ്റെ ന്യായവിധി ബേൽഷസ്സർ രാജാവിൻ്റെ മേൽ വരികയാണ്. അപ്പം ദൈവം നമ്മൾ കാണുന്നത് ഇസ്രായേലിൻ്റെയോ ദൈവമക്കളുടെ മേൽ മാത്രമല്ല, ലോകത്താകമാനം സകലിടത്തും സകല സ്ഥലത്തും സകല പ്രദേശങ്ങളിലും സകല കാര്യങ്ങളിലും ദൈവത്തിൻ്റെ നോട്ടമുണ്ട് എന്നും ദൈവം അത്തരം കാര്യങ്ങളെ ദൈവം കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ വായനാഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 3-4 അധ്യായങ്ങൾ. മൂന്നാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പത്രോസിലൂടെയും യോഹന്നാനിലൂടെയും ഒരു അത്ഭുതം നടക്കുകയാണ്. ഒരു ഉച്ച കഴിഞ്ഞൊരു 3 മണി നേരമായപ്പോൾ പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിൽ വെച്ച് ഒരു മുടന്തനായ ഒരാൾ, അയാൾ ഗർഭം മുതലേ മുടന്തനാണ്. അയാളെ ചുമന്നുകൊണ്ട് വേണം അവിടെ കൊണ്ടുവയ്ക്കാൻ. അയാൾക്ക് തന്നെ എഴുന്നേറ്റ് നടക്കാൻ കഴിവുള്ള ആളല്ല. ചുമന്നുകൊണ്ട് വെക്കണം, കൊണ്ടുപോകണം, എടുത്ത് തിരിച്ചുകൊണ്ട് വെക്കണം. ഭിക്ഷയാചിക്കലാണ് അയാളുടെ പണി. അപ്പോൾ അവിടെ വെച്ച് പത്രോസിനോട് യോഹന്നാനുമായിട്ട് ഭിക്ഷ ചോദിച്ചു. അവർ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, വെള്ളിയും പൊന്നും ഞങ്ങളുടെ ഇല്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ വലം കൈ പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയെല്ലാം ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടി ദൈവാലയത്തിൽ കിടന്നു. അപ്പോൾ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവം അത് ചെയ്തതിന് അവന് സന്തോഷമാണ്. അവന് ഇങ്ങനെ ഭിക്ഷ അയച്ച് ഇരിക്കുന്നതല്ല അവൻ്റെ ആഗ്രഹമായിരുന്നു, താല്പര്യമായിരുന്നു. അവൻ്റെ ഇഷ്ടം മറ്റുള്ളവരെ പോലെ എഴുന്നേറ്റ് നടക്കണമെന്നുള്ളതായിരുന്നു. അത് സംഭവിച്ചു. അവനത് സന്തോഷമായി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇത്രയുമാണ് അവൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ജനമെല്ലാം ഒന്ന് വിസ്മയം കൊണ്ട് കൂടി, വലിയ കാര്യം ചെയ്തിരിക്കില്ലേ രണ്ടുപേർ. അപ്പോൾ അവരെ നോക്കി ആശ്ചര്യപ്പെടുകയാണ്. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാരോട് അവർ പറയും, ഇതാണ് നമ്മൾ എവിടെ വായിച്ചത്, ഇന്ന് 13-ാം അധ്യായത്തിൽ വായിച്ചത് ആവർത്തനം. അപ്പോൾ അവിടെ ഒരു അത്ഭുതം നടന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ പത്രോസും യോഹന്നാനും എന്താ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതുമെന്ത്? അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും. അപ്പോൾ അവരുടെ മറുപടിയാണ് ജനത്തോട്, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവന് വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാവുന്നു. അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവനെ നിങ്ങളെല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. അപ്പം അവിടെ തങ്ങളുടെ മഹത്വത്തിനായിട്ടോ അത് തങ്ങളുടെ സാമ്പത്തിക നേട്ടത്തിനായിട്ടോ ഒന്നും ഉപയോഗിക്കാതെ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട്
ക്രിസ്തുവിലൂടെ ദൈവം ചെയ്ത അത് ആ അത്ഭുതം പോലെ, അല്ലെങ്കിൽ അത്ഭുതം ഇന്ന് ഞങ്ങളിലൂടെ ക്രിസ്തുവിലൂടെ ചെയ്യുവാൻ ഇവിടെ ദൈവം ആ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ദൈവം ചെയ്തതാണ്, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. ബാക്കി ഇതാവട്ടെ എന്താ നോക്കാം എഴുതിയിരിക്കുന്നത്. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവനെ നിങ്ങളെല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ കാരണമായി തീർന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ച് എന്ന് ഞാൻ അറിയുന്നു. ഇപ്പം നിങ്ങൾ പ്രമാണിമാർ പറഞ്ഞ പോലെ യേശുവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു, ബറബ്ബാസിനെ വിട്ടുതരാൻ പറഞ്ഞു, ഒക്കെ അത് നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു. അത് ഞാൻ അറിയുന്നു. അത് ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിപ്പിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ, നിങ്ങൾ ചെയ്തൊരു വലിയ പാവമാണല്ലോ, യേശുക്രിസ്തുവിനെ ക്രൂശ് തറയ്ക്കുമ്പം അത് ആവശ്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുകയും ക്രൂശിക്കുക എന്ന് നിലവിളിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റ് ദൈവത്തിന് ക്ഷമിക്കാനും കഴിയും. അതുകൊണ്ട് നിങ്ങൾ ആ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സമൂഹത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ, അതായത് യേശുവിനെ കൈക്കൊള്ളുന്നു. അതുവരെ യേശു സ്വർഗത്തിൽ യേശുവിനെ ദൈവം കൈക്കൊള്ളേണ്ടതാകുന്നു എന്നും പറഞ്ഞു നിർത്തുകയാണ്. അപ്പം അതുപോലെ അവിടെ ആവർത്തന പുസ്തകം 18:15-18 ഒക്കെ പറഞ്ഞ ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നിഷേധിക്കപ്പെടും എന്ന് ആരാ പറഞ്ഞത്? മോശെ പറഞ്ഞിട്ടുണ്ട്. ആ മോശെ പറഞ്ഞത് യേശുവിനെ കുറിച്ചാണ് എന്ന് പറയുന്നുണ്ട്. അത്രയുമല്ല, ശമൂവേൽ ആദ്യമായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ഉൽപ്പത്തി 18:18 പറയുന്നുണ്ട്. അപ്പം അതാണ് ഇവിടെ ഈ യോഹന്നാനും പത്രോസും ഒക്കെ ഈ ജനത്തോട് സംസാരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് 4-ാം അധ്യായത്തിൽ അവർ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിൻ്റെ ദൃഷ്ടാന്തത്തിൽ അറിയിക്കാലും നീരസപ്പെട്ടു. അവരെ പിടിച്ച് വൈകുന്നേരമാകൊണ്ട് പിറ്റേന്നാൾ വരെ അവരെ പിടിക്കപ്പെട്ടു. അവർ ജനത്തോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് അവർ അറസ്റ്റിലായി കാവലിലാക്കി അവരെ കൊണ്ട് ജയിലിലടച്ചു. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളം പേര് അന്ന് അത് വിശ്വസിച്ചു എന്നാണ്. അവർ സ്നാനപ്പെട്ട് കാണും. പിന്നെ അതോ അന്ന് ചെയ്തോന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവരങ്ങ് ജയിലിലായല്ലോ. പിന്നത്തേതിൽ ഒരു സ്നാനപ്പെട്ട 5000-ഓളം പുരുഷന്മാർ തന്നെ 5000-ഓളം പേർ അന്ന് വിശ്വസിച്ചു എന്നാണ്. ഈ തെറ്റ് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ തനിക്ക് മാനസാന്തരം ഉണ്ടാകുകയോ ഒക്കെ ചെയ്ത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയോ ഒക്കെ ചെയ്ത് ആയിട്ടുണ്ട്. 5000 പുരുഷന്മാർ തന്നെ, പിന്നെ സ്ത്രീകളൊക്കെ ഉണ്ടായിരിക്കണം. പിറ്റേന്നാൾ പ്രമാണികളും പൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി മഹാപുരോഹിതനായ ഹന്നാവും കയഫാവും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവരെ നടുവിൽ നിർത്തി. ഈ യോഹന്നാനെയും പത്രോസിനെയും നടുവിൽ നിർത്തി അവരോട് ചോദിച്ചിട്ടു, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങളിത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് അപ്പം തന്നെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞവനായി പറഞ്ഞത്, ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ള ഈ ബലഹീനന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തോ നിലയിൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ വിസ്തരിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവെന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. അപ്പം ഇത് പറയാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഇവർ കളയുന്നില്ല. അപ്പോൾ ആ അവസരം അവർ നന്നായി അവിടെ വിനിയോഗിക്കുകയാണ്. നിങ്ങൾക്കൊന്ന് യേശുക്രിസ്തു മുഖാന്തരമാണ് ഈ അത്ഭുതം ഇവിടെ സംഭവിച്ചത്. ഇവൻ കാല് ജന്മനാ മുടന്തനായിരുന്ന ഇവനെ എഴുന്നേറ്റ് നടക്കുമാറായത് ആ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് എന്ന് പറയാണ്. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ, ക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പം ഇവരോട് പറയുകയാണ്. പക്ഷെ അവരതൊന്നും വിശ്വസിക്കുന്നവരല്ല, അല്ലെങ്കിൽ പ്രമാണിമാരല്ലേ.
അവർ നേരത്തെ പറഞ്ഞൊരു കാര്യം യേശു ചെയ്യപ്പെടേണ്ടവനാണെന്ന് പറഞ്ഞിട്ട് ആ നാക്കുകൊണ്ട് മാറ്റി പറയാൻ അവർക്കൊക്കില്ലല്ലോ. അതാണല്ലോ പ്രമാണികവാരുടെയും ഒക്കെ പ്രശ്നം. എന്നിട്ട് ഇവർ ഈ പത്രോസിൻ്റെ ധൈര്യമൊക്കെ കണ്ടിട്ട് അന്തം വിടുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാനാണ് ഈ മനുഷ്യരെ എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള പ്രശ്നം. കാരണം പ്രത്യക്ഷമായ ഒരു അടയാളം കാണിച്ചിരിക്കുന്നു. ആളുകൾ പലരും കണ്ടു. അന്ന് 5000 പുരുഷന്മാരവിടെ മനസാന്തരപ്പെടും എന്തൊക്കെയാണ് ഇടയായി. ഒരുപാട് പേർ ഇവൻ്റെ സൗഖ്യം കണ്ടു. ഇവനെ എത്രയോ വർഷമായിട്ട് ഈ മണ്ഡപത്തിൽ അല്ലെങ്കിൽ യെരുശലേമിൽ ഭിക്ഷ അയക്കുന്നവനായിട്ട് കണ്ടവനാണ്. അവ എഴുന്നേറ്റ് നടക്കുന്നു എന്ന് കണ്ടത് ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ അവരോട് യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കരുത് എന്ന് കൽപ്പിച്ചു. അവിടെ പത്രോസ് യോഹന്നാൻ പറയും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ ന്യായമോ. അപ്പോൾ ഓർക്കണം, അവർക്ക് ഈ പത്രോസിനെയും യോഹന്നാനെയും ഒന്നും കുറയാതെ 40 അടി കൊടുക്കുവാനും ഒക്കെയും അധികാരമുള്ളവരാണ്. അപ്പോൾ അവരോട് തന്നെയാണ് ധൈര്യത്തോടെ പറയുന്നത്, ദൈവത്തെക്കാൾ മനുഷ്യന് ആയ നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമല്ല. ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതുമല്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും യേശുക്രിസ്തു വന്നതും യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റതുമായ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രസ്താവിക്കാതിരിക്കുവാനോ പ്രസംഗിക്കാതിരിക്കുവാനോ കഴിയുന്നതല്ല എന്ന് തന്നെയാണ് അവിടെ ഇവർ രണ്ടുപേരും ഈ അധികാരി സമൂഹത്തോട് പറയുന്നത്. അപ്പോൾ എന്നിട്ട് അവരെ വിട്ടയച്ചു. അവർ ഒന്ന് ശിക്ഷിക്കുന്നതിനൊന്നും പറ്റിയില്ല. പിന്നെ ജനം എല്ലാം ഉണ്ടല്ലോ, ജനം അവരെ അങ്ങനെ കാണുന്നതുകൊണ്ട് ശിക്ഷിക്കാനും പറ്റിയില്ല. എന്നിട്ട് അവരെ വിട്ടയച്ചു. എന്നിട്ട് അവർ ശിഷ്യന്മാരുടെ കൂട്ടായിട്ടുള്ള സഹകാരികളോട് ചെന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിൽ ഉണ്ടാക്കിയ നാഥന്. അപ്പോൾ അതിൽ 2-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്ന ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിൻ്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനെ അരുളി ചെയ്തവനെ. അത് നമ്മളെ സങ്കീർത്തനം 2-ാം അധ്യായത്തിലുള്ള കാര്യമാണ് ഇവിടെ കോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതൊക്കെയും വെച്ചിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ, നിൻ്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ എന്താണെന്ന് നോക്കട്ടെ, സൗഖ്യമാക്കുവാൻ നിൻ്റെ കൈ നീട്ടുന്നതിനാലും നിൻ്റെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിൻ്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിൻ്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അതാണ് പ്രാർത്ഥനയുടെ വിഷയം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുക്കി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. അപ്പോൾ അന്നത്തെ ഒരു മാനസിക നിലവാരം എന്ന് പറയുന്നത് ത്യജിക്കാനും വേണമെങ്കിൽ കൊല ചെയ്യപ്പെടുവാനും സമർപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ജീവിതമാണ്. അത്ര കണ്ട് അവർ തമ്മിലുള്ള ബന്ധം ഭയങ്കരമായിരുന്നു. ഇവർ തമ്മിലുള്ള, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾ തമ്മിലുള്ള ബന്ധം. അപ്പോൾ ആ ഒരു വലിയ, നമുക്ക് അത്രയൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു കാലത്തും അതുപോലുള്ളൊരു നിലവാരത്തിൽ വിശ്വാസികളൊന്നും വന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അത് കാലം കഴിയുന്നവരും കുറഞ്ഞു വരാനേ സാധ്യതയുള്ളൂ. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വയം എന്നാരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവ് യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവർ ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. കണ്ടോ, നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തരും അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്ന കാര്യം. ഈ ഒരു അവസ്ഥയിലായിരുന്നു ആ കാലഘട്ടത്തിലെ ഈ സഹോദരങ്ങൾ അല്ലെങ്കിൽ പുതുതായി വിശ്വാസത്തിലേക്ക് വരുന്ന അവരുടെ തീവ്രത എന്നുള്ളത്. ആ തീവ്രതയാണ്, അല്ലെങ്കിൽ ആ ഒരു എരിവാണ്, അല്ലെങ്കിൽ ആ ഒരു തമ്മിലുള്ള സ്നേഹമാണ്. ഇതൊക്കെ ഏത് കാര്യം പറഞ്ഞാലും അതിലൊക്കെ ഏറ്റവും ഉന്നതമായ നിലവാരത്തിലും നിന്നവരാണ് അന്നത്തെ
വിശ്വാസികൾ, വിശ്വാസ സമൂഹം എന്നുള്ളത് നമ്മളിവിടെ വായിക്കുന്നു. ഇവിടെ നമ്മൾ അത് നമുക്ക് പാലിക്കാനോ അല്ലെങ്കിൽ തുടരാനോ അത് നമുക്ക് ചെയ്യാനോ കഴിയുമോ എന്ന് ചോദിച്ചാൽ, അത് ഒറ്റയ്ക്ക് ചെയ്തെടുക്കാൻ കഴിയുമോ എന്നുള്ള, ഒറ്റയ്ക്ക് ഓരോരുത്തരും ചെയ്ത് കഴിയുമ്പോൾ ഒരു കൂട്ടായ്മയുടെ ഫലമായി മാറും. ഇന്നും സാധ്യമാണ്, സാധ്യമല്ല എന്നുള്ളതല്ല. പക്ഷേ അത്തരമൊരു വാളിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ എതിർപ്പിൻ്റെ അവസ്ഥ, പീഡനത്തിൻ്റെയും ശിക്ഷയുടെയും അവസ്ഥ ഒന്നും നിലവിലില്ലല്ലോ ഇന്നെല്ലാം നമ്മളെല്ലാവരും കംഫർട്ടിലാണ്. എല്ലാം ഉണ്ട്, നമുക്കെല്ലാം ഉണ്ട്. ഈ ബൈബിൾ കൊണ്ട് നടന്നില്ലെങ്കിലും ജീവിക്കും, എല്ലാ കാര്യങ്ങളും സമൃദ്ധിയായും ഒക്കെ നടക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവമോ യേശുവോ ബൈബിളോ ഒന്നും ആവശ്യമില്ലാത്തൊരു കാലഘട്ടത്തിലാണ്. ഇവിടെയാണ് വേറിട്ട് നിൽക്കാൻ കഴിയുമോ എന്നുള്ളത്, നമുക്ക് കഴിയുമോ എന്നുള്ളത് വ്യക്തിപരമായി നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് മാറി നിൽക്കാൻ കഴിയുമോ, വേറിട്ട് നിൽക്കാൻ കഴിയുമോ എന്നുള്ളത്, അതാണ് ഇവിടുത്തെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. താങ്ക് യു. ഇന്നത്തെ പുതിയ വായന ഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. നാളെ പുതിയ വായന ഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണും വരെ ദൈവം കാത്തുസൂക്ഷിക്കട്ടെ. നന്ദി.